സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയെ കാണാനായിട്ട് ക്ഷേത്രത്തിലെത്തുമായിരിക്കും ഷാമയും അശ്വതിയും ചേർന്ന്. അങ്ങനെ അവർ നേരെ തിരുമേനിനെ കാണാനായിട്ട് അമ്പലത്തിനകത്ത് അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. ആ സമയം അശ്വതി ഷാമയോട് പറയണേ, എന്താണെങ്കിലും തിരുമേനി ഷാമയുടെ മുഖം തൽക്കാലം ഇപ്പോൾ കാണണ്ട. ഷാമക്കും മകൾക്കും ഒരേ മുഖച്ചായയാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് മകളുടെ മുഖച്ചായയിലുള്ള ഷാമയെ കാണുമ്പോൾ തിരുമേനി ചിലപ്പോൾ ടെൻഷനാകും. ചിലപ്പോൾ സത്യങ്ങളൊന്നും നമ്മളോട് തുറന്നു പറഞ്ഞില്ലെന്നും വരും. അത് അശ്വതി ചേച്ചി പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞ് സാരി കൊണ്ട് മുഖം മറിച്ച് അശ്വതി ഷാമയും കൂടി അമ്പലത്തിനകത്തേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ അവർ തിരുമേനിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം അശ്വതി തിരുമേനിയുടെ മകളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ദേവൻ യശോദേനെ വിളിക്കണേ, യശോദേ മോൾ ഇതുവരെ വന്നില്ലേ? ഇല്ലല്ലോ ദേവേട്ട എന്ന് യശോദയും പറയുവാണ്. അന്നേരം തിരുമേനി വരണേ, അവളെ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാ, ഉടനെ തന്നെ വരും. അങ്ങനെ ഷാമയും അശ്വതിയും കൂടി പുറത്ത് രാധിക വരുന്നത് കാത്തോടെ നിൽക്കുമായിരിക്കും. ഈ സമയത്ത് ഒരു കൊട്ടയിൽ പൂക്കളുമായിട്ട് രാധിക അതുവഴി വരുവാണ് കേട്ടോ. അങ്ങനെ ഷാമ രാധികയെ കണ്ട് അമ്പരന്ന് കണ്ണെടുക്കാതെ തൻ്റെ മോളെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. ദേ അശ്വതി ചേച്ചി, എൻ്റെ മോള് അവൾ കാണാൻ എന്നെപ്പോലെ തന്നെയുണ്ടല്ലേ, എൻ്റെ അതേ രൂപം അല്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ രാധികയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം രാധിക അകത്തേക്ക് കയറിയിട്ട് അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം അശ്വതിയോട് ശ്യാമ പറയണേ, ഇന്നീ നടയെ വെച്ച് അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചിരുന്നെങ്കിലോ. അങ്ങനെ പറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ രാധികയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ക്ഷമയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്